2025 മാർച്ച് 29 ശനി രാശി മാറുന്നു. പേടിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെ? നമസ്കാരം, എല്ലാവർക്കും നവഗ്രഹ ആസ്ട്രോ റിസർച്ച് സെൻ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുന്നു. നമുക്ക് കൂറടിസ്ഥാനത്തിൽ മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ഇവർക്ക് ശനി 12 ആണ് വരുന്നത്. ഇവർക്ക് 7 ശനിയുടെ ആരംഭമാണ്. മിഥുനക്കൂറ്, മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ഇവർക്ക് ശനി 10 വരുന്നു. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം ആദ്യ പാദം ഇവർക്ക് ശനി 7 നിന്നും 8 അഷ്ടമശനിയായും. കന്നിക്കൂറ്, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവർക്ക് ശനി 7 കണ്ടകശനിയായും. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പകുതി ഇവർക്ക് ശനി 4 കണ്ടകശനിയായും. കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ 3 പാദം ഇവർക്ക് ശനി ജന്മരാശിയിൽ നിന്നും 2 പുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ് ഇവർക്ക് ശനി 12 നിന്നും ജന്മത്തിലേക്കും രാശിമാറ്റം സംഭവിക്കുന്നു. ഓരോ ഈ പറഞ്ഞ കൂറ് അല്ലെങ്കിൽ നക്ഷത്ര ജാതകർക്കൊക്കെ തന്നെ ശനി അനിഷ്ടഭാവങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഓരോരുത്തരുടെയും പ്രായം, ജാതകം, ജാതകത്തിലെ ശനിയുടെ ആശ്രയരാശി, ഗ്രഹ ഭാവഫലം, അംശകഫലം, അതിൻ്റെ അഷ്ടകവർഗ ബലം, ഷഡ്വർഗ ബലം, ഇപ്പോൾ നിലവിലെ ജാതകത്തിലെ ദശ, അപഹാരം, അതോടൊപ്പമുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഗോചരാവസ്ഥ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഓരോ നക്ഷത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ജാതകർക്കും എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ശനിമാറ്റം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇത് നമ്മൾ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ശനിയുടെ രാശിമാറ്റ ഗോചര ഫലം താൽക്കാലികമായി പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത് വളരെ കൃത്യമാകണം എന്നില്ല. ഓരോരുത്തരുടെയും ജാതകത്തിലെ പ്രത്യേകതകൾ കൊണ്ടാണ് അത് ഗുണകരമാണോ ദോഷകരമാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് കണ്ടകശനി കാലഘട്ടങ്ങൾ അനുകൂലമാണ്. കൂടുതലും വീട് പണി പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പലർക്കും സംഭവിക്കുന്നത് കണ്ടകശനി കാലഘട്ടത്തിലാണ്. അപ്പോൾ ശനിയെ ഒരു അനിഷ്ടഗ്രഹമായി കണക്കാക്കി അതിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നും, നവഗ്രഹങ്ങളിൽ ശനിഗ്രഹത്തിന് മാത്രമാണ് ഈശ്വര പ്രാധാന്യം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. ശനി ഒരു നീതിമാനായി ഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നീതിമാനാണ് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം. നമ്മൾ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്ത തെറ്റുകൾ, അധർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ അളന്നു തൂക്കി കൃത്യമായി നമുക്ക് തിരിച്ചു നൽകുന്ന ഗ്രഹമാണ് ശനി. നമ്മളുടെ കർമ്മഫലത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും തന്നെ നമുക്ക് അനുഭവവേദ്യമല്ല. നമ്മൾക്ക് 7 ശനി, കണ്ടകശനി കാലഘട്ടങ്ങളിൽ ദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ശനിഗ്രഹമല്ല, നമ്മൾ തന്നെയാണ്. നമ്മളുടെ കർമ്മദോഷങ്ങളാണ് കാലദോഷങ്ങളായി 7 ശനി, കണ്ടകശനി കാലഘട്ടങ്ങളിലും വ്യാഴത്തിൻ്റെ അനിഷ്ട ഭാവങ്ങളിലുള്ള ഗോചര കാലഘട്ടങ്ങളിലുമൊക്കെ നമ്മളിൽ അനുഭവവേദ്യമാകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് വിതച്ചതേ കൊയ്യൂ എന്ന്. നമ്മളുടെ പ്രവൃത്തികൾക്ക് അടിസ്ഥാനമായാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത്. അത് ആ പ്രവൃത്തികളുടെ അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ദോഷമാണ് കാലദോഷമായി 7 ശനി, കണ്ടകശനി, അഷ്ടമശനി കാലഘട്ടങ്ങളിൽ നമ്മളെ തേടിയെത്തുന്നത്. അത് ഗ്രഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ കുഴപ്പമല്ല, നമ്മളുടെ കർമ്മദോഷമാണ്. അപ്പോൾ നമ്മൾ ആ കർമ്മദോഷങ്ങൾ മാറുവാൻ വേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ, ദൈവിക പൂജാതി കർമ്മങ്ങൾ, നാമജപം, മന്ത്രജപം, ധ്യാനം തുടങ്ങിയവ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ കർമ്മദോഷത്തിൽ നിന്നും നമുക്ക്
രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കർമ്മദോഷത്തിന് കാലദോഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2025 മാർച്ച് 29 ശനിമാറ്റം മൂലം ഒരാളും പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അവരവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല കഷ്ടനഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ ജീവിതത്തിൻ്റെ ചില മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായി സംഭവിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ത്യജിച്ചാലേ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയാലേ മറ്റെന്തെങ്കിലുമൊക്കെ നേടാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് മാറി ചിന്തിക്കുക. അത് മാറ്റങ്ങളുടെ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. അത് തൊഴിൽപരമായ പരിവർത്തനങ്ങളാവാം, ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങളാകാം. അങ്ങനെ ഒരു ഗ്രഹവും ഒരാളിനും ഒന്നും അധികമായി നൽകുന്നില്ല. അവനവൻ്റെ ചിന്താഗതികൾക്കും പ്രവൃത്തികൾക്കും കർമ്മങ്ങൾക്കും അധിഷ്ഠിതമായി തന്നെയാണ് ഗുണദോഷ ഫലങ്ങൾ സംഭവിക്കുന്നത്. 2025 മാർച്ചിലെ 29 സംഭവിക്കുന്ന ശനിഗ്രഹ മാറ്റം കൊണ്ട് യാതൊരു നക്ഷത്രക്കാരും പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഊർജ്ജസ്വലരായി, ശുഭചിന്താഗതിയുള്ളവരായി, നല്ല ഇച്ഛാശക്തിയുള്ളവരായി അവരവരുടെ കർമ്മ മേഖലകളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവരവരുടെ കർമ്മ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുക. കർമ്മമാണ് യഥാർത്ഥ ധർമ്മം. അപ്പോൾ നിങ്ങൾ ധാർമ്മികമായി നിങ്ങളുടെ തൊഴിൽ ചെയ്യുക. അപ്പോൾ ആ തൊഴിലിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാമെങ്കിൽ തന്നെയും അതിനെയെല്ലാം അതിജീവിച്ചു പോകുവാൻ നിങ്ങളുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ ശാസ്താപ്രീതികരമായ കർമ്മങ്ങളും വഴിപാടുകളും അനുഷ്ഠിക്കുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നാമജപം, പ്രാർത്ഥന, മന്ത്രജപം, ഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് ശനിഗ്രഹത്തിൻ്റെ അഷ്ടോത്തര സ്തോത്രം ജപിക്കുന്നതും അതിൻ്റെ ശനീശ്വര ഗായത്രി മന്ത്രം ജപിക്കുന്നതും എല്ലാം ശനിദോഷ ക്ലേശ കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് ഉത്തമമാണ്. കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ സമീപപ്രദേശത്തുള്ള ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് ജാതക പരിശോധന നടത്തി വേണമെങ്കിലൊരു പ്രശ്നപരിഹാര ചിന്തയും കൂടെ നടത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.